ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനത്തെ നോട്ടം ഇവിടെ കൈ വെച്ച് നോക്കണം. എന്നെ കൊണ്ട് ഈ 3 ദിവസം ഇവിടെ ഇരിക്കാൻ പറ്റുമോ, അത് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ പറ്റുമോ ആലോചിക്കുക. പറ്റുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയും, ഒരു സംശയമില്ല. ആ രീതിയിലാണ് ഈ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആ നോട്ടം നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. രണ്ടുപേരോട് പറയുന്നത് പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ നോക്കിയാൽ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾ അതിനെ തിരികൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നിങ്ങൾ സ്വയം ആ തിരി കത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന് തിരി കൊടുത്താൻ, തീ കൊടുത്താൻ, ജ്വലിപ്പിക്കാൻ ആണ് ഷെൽട്ടറും പീക്കും ഈ പരിപാടി തുടങ്ങിയത്. ഞങ്ങൾക്ക് അതിന് സഹായിച്ചു തരാനേ പറ്റുള്ളൂ. പക്ഷേ ആ തിരി കൊടുത്തേണ്ടത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾക്ക് ഞങ്ങൾ ആരെങ്കിലും വന്ന് തീപ്പെട്ടി വരച്ച് തിരി കൊടുത്തിയാല് അത് വെറുതെ കത്തി ഇങ്ങനെ പറയുള്ളൂ. പക്ഷേ അത് നിങ്ങൾ തന്നെ കൊളുത്തുകയാണെങ്കിൽ അത് ജ്വലിച്ചു നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. റെഡിയായിക്കോളാം. ഈ 3 ദിവസം ഞങ്ങൾ കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കത്തിക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. കത്തണം. അതാണ് ഞാൻ മോൾക്ക് കത്തി എന്ന് പറഞ്ഞത്. ഫാൻ ഇടാൻ പറഞ്ഞപ്പോ ഉള്ളിന്ന് കത്തുകയാണ്. ആ കത്തി ഇവിടെ തന്നെ ഫാൻ ഇട്ടു. ഈ 3 ദിവസം നിങ്ങൾക്ക് n നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാകും, പല സെക്ഷനിലായിട്ട്. ആ ഓരോ ഓപ്പർച്യൂണിറ്റിയിലും നിങ്ങൾ പരമാവധി നിങ്ങളെ കത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പാഠഭാഗങ്ങൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല SSLC-യും മികച്ച SSLC-യും മികച്ച +2-വും നേടുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഉത്തരം പറയേണ്ടി വരും, വിദ്യാഭ്യാസത്തിന് ഒരു അർത്ഥമില്ല.